നമുക്ക് വേദനയില്ലേ ഫലസ്തീനെ ഓർക്കുമ്പോ? നമുക്ക് വേദനയില്ലേ ഇറാഖികൾ ഓർക്കുമ്പോ? നമുക്ക് വേദനയില്ലേ അഫ്ഗാനികൾ ഓർക്കുമ്പോ? നമുക്ക് വേദനയില്ലേ ലെബനാനികൾ ഓർക്കുമ്പോ? നമുക്ക് വേദനയില്ലേ ബോസ്നിയ ഓർക്കുമ്പോ? നമുക്ക് വേദനയില്ലേ ചെച്നിയ ഓർക്കുമ്പോ? എല്ലാ വേദനയോടെ കിടന്നിറങ്ങുമ്പോ ഇസ്ലാമിനെ തകർക്കാൻ സാമ്രാജ്യങ്ങൾ ഒരുമിച്ച് വരുമ്പോ അതാ ആ സമയത്ത് വിശുദ്ധമായ ഹജ്ജിന്റെ സമയമായി. ആ സമയത്ത് വിശുദ്ധമായ ഹജ്ജിന്റെ സമയമായി. ലോകരാട്ടങ്ങളിൽ നിന്നുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ ഹജ്ജിന് വേണ്ടി വെള്ളവസ്ത്രം ധരിച്ച് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സമക്ഷത്തിലേക്ക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന തൽബിയത്തിന്റെ മന്ത്രവുമായി കഅബയിലേക്ക് പോകുമ്പോ ആ സമയത്ത് ഒരു ദിവസം കഅബാലയത്തിൽ വെച്ച് അസർ നമസ്കാരത്തിന് വേണ്ടി 12 രാജ്യങ്ങളിൽ നിന്ന് വന്ന അബുദാലികളായ പണ്ഡിതന്മാർ, ലോക പ്രശസ്തരായ 12 ഇസ്ലാമിക പണ്ഡിതന്മാര് കഅബാലയത്തിൽ അസർ നമസ്കാരത്തിന് ഒരുമിച്ച് കൂടും. പേരും പരസ്പരം പരിചയപ്പെടും. എന്നിട്ട് ആ 12 പണ്ഡിതന്മാര് ഇസ്ലാമിക സമൂഹത്തിന്റെ വേദനകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ, ഓരോ സമൂഹത്തിന്റെ വേദനകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ആ സമയത്ത് വരാനിരിക്കുന്ന ചരിത്രത്തിന്റെ കാഹളമൂത്ത് കേൾക്കാൻ ഒരു പണ്ഡിതൻ പറയും, അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞിട്ടില്ലേ ഇസ്ലാമിക സമൂഹം മുഴുവനും എല്ലാവരും ഇസ്ലാമിനെതിരെ തിരിയുമ്പോ ഇസ്ലാമിക സമൂഹം മുഴുവനും ഒരു നാഥനില്ലാതെ ചിതറിത്തെറിക്കുമ്പോ ആ ഇസ്ലാമിക സമൂഹത്തിന് നായകത്വം കൊടുക്കാൻ ഇമാം മഹ്ദി വരുമെന്ന് റസൂലുള്ളാഹിയുടെ ഹദീസ് ഉണ്ടല്ലോ. ആ ഇമാം മഹ്ദിയെ നമുക്ക് അന്വേഷിക്കാമെന്ന് ഒരു പണ്ഡിതൻ പറയുമ്പോ ഒരു ഹജ്ജിന്റെ സമയത്താണ് ആ 12 പണ്ഡിതന്മാര് പറയും, അത് ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ഇമാം മഹ്ദിയെ നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവർ ഇമാം മഹ്ദിയെ മക്കയുടെ കഅബാലയത്തിന്റെ ചുറ്റുവട്ടത്ത് അന്വേഷിക്കാൻ തുടങ്ങുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 12 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടും. അവര് പറയും, ഇങ്ങനെ സമൂഹം മുഴുവനും ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോ അവർ ഇമാം മഹ്ദിയെ കാണുവോ ഇല്ലയോ ഇൻഷാ അല്ലാഹ് നാളെ. ഇമാം മഹ്ദി ഇനി മുതലാണ് വലിയ അടയാളം. ഇമാം മഹ്ദി വന്നതിന് ശേഷമാണ് ഈസാ നബി. ഈസാ നബിക്ക് ശേഷമാണ്, ഈസാ നബിയുടെ ഇടയിലാണ് യജൂജ് മഅജൂജ്, പിന്നീട് ദജ്ജാല്, ദാബത്തുൽ അർദ്, പിന്നെ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ. നാളെ അത് ഇൻഷാ അല്ലാഹ് നാളെ കഴിഞ്ഞ് എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആരും പിരിയണ്ട. ഇത്രയും കേട്ടിട്ട് ഒരു കാര്യവും കൂടെ പറയാനുണ്ട്. ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണം? ഇത്രയും കേട്ടിട്ട് എന്ത് ചെയ്യണം? ഒരൊറ്റ ആയത്തോതി കേൾപ്പിക്കുക, എന്നിട്ട് പോയി. ലോകം അവസാനിക്കും, ഇസ്രാഫീൽ സൂറന്ന കാഹളത്തെ ഊതും, എല്ലാം നമുക്കറിയാം. പക്ഷേ നമുക്കറിയാൻ പാടില്ലാത്ത എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ ആദ്യത്തെ ആയത്തിറങ്ങി. എവിടെ വെച്ചാ ഇറങ്ങുന്നത്? ഈ ആയത്ത് കേട്ടിട്ട് സഹാബാക്കൾക്കുണ്ടായതുപോലെ ഒരവസ്ഥ നമുക്കുണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇത് ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ ആയത്തിറങ്ങി. എപ്പോഴാ എഴുതിയത്? ബനുൽ മുസ്തലക്ക് യുദ്ധം നടക്കുക. യുദ്ധത്തിന്റെ രാത്രി അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കളെ യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിട്ട് രാത്രിയിൽ കിടക്കുകയാ. പാതിരാവിന്റെ നമസ്കാരം കഴിഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ യുദ്ധം ചെയ്ത ക്ഷീണമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കൾ ബനുൽ മുസ്തലക്കിന്റെ യുദ്ധഭൂമിയിലാണ്. ചെറിയൊരു കൂടാരം, കുറെ കൂടാരങ്ങൾ കെട്ടി പാതിരാ സമയമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ പോരെടുത്ത ക്ഷീണം കാരണത്താൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കിടന്നുറങ്ങാൻ ശയ്യയിലോട്ട് പോവുകയാണ്. ആ സമയത്താണ് ജിബ്രീൽ വരുന്നത്, അല്ലാഹുവിന്റെ റസൂലിനോട് സൂറത്തുൽ ഹജ്ജ് അവതരിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇന്നിറങ്ങിയ ആയത്ത് നിങ്ങൾക്ക് ഞാൻ ഒന്ന് പഠിപ്പിച്ചു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ ഓതാൻ തുടങ്ങി, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അലീം. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണേ, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണേ. എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതെന്നറിയുമോ? ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അലീം. ഖിയാമത്ത് നാളിന്റെ കുലുക്കം അതൊരു വല്ലാത്ത കുലുക്കമാ. ലോകം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഭൂമി കുലുക്കമുണ്ടല്ലോ, ഒരു സൽസലത്തുണ്ടല്ലോ. ആ സൽസലത്ത് ശൈഉൻ അലീം.
അതൊരു വല്ലാത്ത സംഭവമാണ്, അതൊരു വല്ലാത്ത സംഭവമാണ്. ആ ഖിയാമത്ത് നാളിന്റെ കുലുക്കം വന്നാല് യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മാ അർളത് വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ആ കുലുക്കത്തിന്റെ ശബ്ദം കേട്ടാല് മടിത്തട്ടിലിരിക്കുന്ന പാല് കുടിക്കുന്ന മക്കളെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടാൻ തുടങ്ങും. ആ ശബ്ദം കേട്ടാല് ഗർഭിണികൾ അറിയാതെ പ്രസവിച്ചു പോകും. അത്രയും വലിയ ഭീകരമായ ശബ്ദമാണെന്ന് ആയത്തിറങ്ങിയപ്പോ സഹോദരങ്ങളെ ഹദീസിൽ കാണാം, അന്ന് സഹാബാക്കൾ കരഞ്ഞതുപോലെ ജീവിതത്തിൽ അവര് കരഞ്ഞിട്ടില്ല. അവശതകൾ മാറാൻ കിടക്കാൻ പോയ സഹാബത്ത് പിടിച്ചു കിട്ടിയതുപോലെ നിന്നുപോയി. കണ്ണിലൂടെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഖിയാമത്തിന്റെ പരിസ്വപ്നം കേട്ടപ്പോ സഹാബാക്കളുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാർ തൊടുകെ. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവി പറയുന്നു, അതുപോലൊരു കരച്ചിൽ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അവര് വല്ലാതെ നിന്നുപോയി. ആ നിന്ന് സഹാബാക്കള് കിടക്കാൻ മറന്നു. ആ നിന്ന നിൽപ്പ് സുബഹി വരെ നിന്നു. അവരുടെ ഒട്ടകത്തിന്റെ പുറത്തേക്ക് ജീനി കെട്ടിവെക്കാൻ പോലും കൈകൾക്ക് കഴുത്തില്ല, കുഴഞ്ഞുപോയി. അവര് കിടന്നിരുന്ന യുദ്ധം കഴിഞ്ഞു. അവര് കിടന്നിരുന്ന ടെന്റ് അടിക്കാൻ പോയപ്പോ ആ ടെന്റിന്റെ കയറടിക്കാൻ കൈകൾക്ക് ബലമില്ല, കൈകൾ തളർന്നു പോയി. ഒട്ടകത്തിന്റെ പുറത്തോട്ട് കയറാൻ കാല് തളർന്നു പോയി. ജീനി കെട്ടാൻ പറ്റുന്നില്ല, വിരലുകൾ തളർന്നു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ പാതിരാ സമയം മുഴുവനും നിന്ന് കരഞ്ഞു പോയവർ, കിടക്കാൻ കഴിയാതെ പോയവർ, കെട്ടാൻ കൈവിരലുകൾക്ക് ശക്തിയില്ലാത്തവർ, ഇത്രയും നേരം ഖിയാമത്ത് നാൾ കേട്ടിട്ട് ഇതുപോലൊരു രാത്രിയിലാണ് ബനുൽ മുസ്തലക്കിരി ആയത്തിറങ്ങിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരയുമോ? ആ അവസ്ഥയോർത്ത് ഭീതിതമായിട്ട് ഓർക്കുമോ? അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുമോ? അള്ളാഹിനെ സൂക്ഷിച്ചു ജീവിക്കുമോ? എല്ലാവർക്കും ആകാംക്ഷയാണെന്നാണ് ലോകം അവസാനിക്കുന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹാബി ഓടി വന്നു. ഓ നബിയെ, മത്തസാ എന്നാണ് ലോകം അവസാനിക്കുന്നത് നബിയെ, എന്നാണ് നബിയെ ലോകം അവസാനിക്കുന്നത്? അള്ളാഹിന്റെ റസൂല് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ലോകം അവസാനിക്കാൻ പോകുമ്പോ, പരലോകത്തേക്ക് പോകാൻ പോകുമ്പോ ലോകാവസാനത്തിന് വേണ്ടി എന്താണ് നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? ലോകം അവസാനിക്കുകയോ അവസാനിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അള്ളാഹുടെ മുമ്പിൽ പോകുമ്പോ എന്താണ് നിന്റെ കയ്യിലുള്ളത്? എന്താണ് നീ സമ്പാദിച്ചു വെച്ചത്? സഹോദരങ്ങളെ, ഈ ജനക്കൂട്ടം എനിക്കറിയാൻ, ലോകാവസാനം അറിയാനുള്ള ജനക്കൂട്ടം, ലോകാവസാനത്തിന്റെ പൂരണമില്ലാത്ത സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ആവേശം. കൊള്ളാം, നിങ്ങളെ ഞാൻ ശ്ലാഘിക്കുകയാണ്. പക്ഷേ ചോദിക്കട്ടെ, ലോകാവസാനത്തിന് ശേഷം പോകുമ്പോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്താണ് അതിനു വേണ്ടി നിങ്ങൾ തയ്യാറാക്കി വെച്ചത്? ആ സഹാബി പറഞ്ഞു, നബിയെ, എന്റെ കയ്യിലുള്ള ഒരേ ഒരു സ്വത്ത് അങ്ങും അല്ലാഹുമാണ് നബിയെ, അല്ലാഹും അങ്ങും മാത്രമാണ് നബിയെ. അള്ളാഹുവിനോടുള്ള താഅത്ത്, അങ്ങയോടുള്ള മഹബ്ബത്ത്, ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നുമില്ല നബിയെ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, എന്നാൽ നീ രക്ഷപ്പെട്ടവനാണ്. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണേ, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഖിയാമത്ത് കഴിഞ്ഞിട്ടൊരു നാളുണ്ട്. ആ നാളിലേക്ക് വെറുതെ കയ്യും വീശിപ്പോയ സുഹൃത്തുക്കളെ പതയ്ക്കുന്നതാണ് മൂള. അമലൊന്നുമില്ലാതങ്ങ് ചെന്നാൽ കോള. സുഹൃത്തുക്കളെ പതയ്ക്കുന്നതാണ് മൂള. അമലൊന്നുമില്ലാതങ്ങ് ചെന്നാൽ കോള. മൂള പതയ്ക്കും, അമലൊന്നുമില്ലാതെ അങ്ങ് ചെന്ന കോളായിരിക്കും. ഈ ജനക്കൂട്ടം ഖിയാമത്തുകൾ കേൾക്കാനുള്ള ജനക്കൂട്ടം എനിക്കതറിയാൻ നന്നായിട്ട്. നാളെ നിങ്ങൾ വരും, ദജ്ജാലിനെ കേൾക്കണം. യജൂജ് മൗജൂജ് 2 പേരാണോ അതിൽ കൂടുതൽ ആളാണോ? അവര് ചൈനയുടെ വൻമതിലാണോ ഇപ്പോഴും ഉള്ളത്? സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ മതിൽ അത് തന്നെയാണോ? ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഖിയാമത്താളൊക്കെ അറിയാം, പക്ഷെ നാളെ പോകുമ്പോ എന്തെങ്കിലും വേണ്ടേ? ലോകം അവസാനിച്ചു, പിന്നെ അള്ളാഹുടെ അടുക്കൽ പോയി. എന്തുണ്ട് കയ്യിൽ? എന്തുണ്ട് കയ്യിൽ? എല്ലുണ്ടോ? മേരി ആഖാ ഗരീബോങ്കി വാലി ക്യാ കരൂ മേരെ ജോലി ഹെ ഖാലി. മേരി ആഖാ ഗരീബോങ്കി വാലി ക്യാ കരൂ മേരെ ജോലി ഹെ ഖാലി. ഞാൻ എന്ത് ചെയ്യാനാണ്? അള്ളാന്റെ അടുക്കലെത്തുമ്പോ എന്റെ കയ്യിൽ എന്താണുള്ളത്?
ക്യാ കരൂ, ഞാൻ എന്ത് ചെയ്യാനാണ്? മേരി ജോലി ഹെ ഖാലി, എന്റെ പോക്കറ്റാണെങ്കിലോ കാലിയാണ്. മേരി ജോലി ഹെ ഖാലി, എന്റെ പോക്കറ്റാണെങ്കിലോ കാലിയാണ്. കാലിയായ പോക്കറ്റുമായിട്ട് പോയാൽ രക്ഷയുണ്ടാകും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോയി ഇവിടെ നിന്ന്. ഈ ഭൂമി ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കൃത്യം 8 മണിക്ക് ഇമാം മഹ്ദി ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ ഇമാം മഹ്ദിയെ തിരിച്ചറിയാൻ 3 വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ഇമാം മഹ്ദിയെ കാണുമോ? ഇവർ ഇമാം മഹ്ദിയെ കാണാൻ പോകുമ്പോൾ ഇമാം മഹ്ദി വേറെടുത്തു പോകും, ഇവർ പുറകെ പോകും. അങ്ങനെ വളരെ വിശാലമായി പ്രവാചകൻ പറഞ്ഞ സംഭവമുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എല്ലാവരും കാര്യമായിട്ട് ദുആ ചെയ്യും. الحمدلله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين റഹീമുർ റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, നമ്മുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. ഭാവി ജീവിതം പാപരഹിതമാക്കണേ അല്ലാ. പൈശാചിക ദുർബോധനത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉഖ്റവിയായ ജീവിതം നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ദുനിയാവ് നന്നാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. മണ്ണറകളിൽ കിടക്കുന്ന അവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ഓതിയ സ്വലാത്തിന്റെ ഖുർആന്റെ വെളിച്ചം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നാക്കണേ അല്ലാ. പടച്ചവനെ, പറയുന്നത് ജീവിതത്തിൽ പകർത്തുന്നവരിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇത് വെറും ഒരു അതര വ്യായാമമാക്കല്ലേ അല്ലാ. കൽബിൽ തട്ടിയതാക്കണേ തമ്പുരാനെ. നാളെ ആഖിറത്തിലേക്കുള്ള പാതയമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികളായി കഴിയുന്നവരുടെ രോഗം നീ ശിവയാക്കണേ അല്ലാ. മാരക രോഗവുമായി കഴിയുന്നവരുണ്ട് തമ്പുരാനെ, നീ ശിവയാക്കണേ അല്ലാ. ക്യാൻസർ ബാധിച്ചവർ, വൃക്കരോഗം ബാധിച്ചവർ, നട്ടെല്ലിന് അസുഖം ബാധിച്ചവർ, മുട്ടിന് ബുദ്ധിമുട്ട് വന്നവർ, അല്ലാഹുവേ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ധാരാളം ആളുകളുണ്ട്, നീ ശിവയാക്കണേ അല്ലാ. മരിക്കുന്നത് വരെ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഞങ്ങളിൽ ആർക്കും നീ വരുത്തല്ലേ തമ്പുരാനെ. നീ വരുത്തല്ലേ തമ്പുരാനെ. പടച്ചവനെ, ക്യാൻസർ പിടിച്ച് ശരീരം മുഴുവനെ കറുത്ത് കരുവാളിച്ച് മലമൂത്ര വിസർജനം പോലും നടത്താൻ കഴിയാതെ പടന്തുണിക്കെട്ട് പോലെ കട്ടിലിൽ ശിഷ്ടജീവിതം നയിക്കുന്ന ഒരവസ്ഥ ഞങ്ങളിൽ ആർക്കും വരുത്തല്ലേ അല്ലാ. വരുത്തല്ലേ അല്ലാ. വരുത്തല്ലേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് തന്ന ആരോഗ്യം നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങൾ നിനക്ക് ശുക്ർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആരോഗ്യം നീ പിടിച്ചെടുക്കല്ലേ അല്ലാ. ഷുഗർ സംബന്ധമായ രോഗമുള്ളവരെ ശിവയാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ അസുഖങ്ങൾ ശിവയാക്കണേ അല്ലാ. അവരെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, അവരുടെ ശിഷ്ടജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവും നീ അവർക്ക് നിശ്ചയിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാ. അവരെ സ്വർഗത്തിന്റെ കൂട്ടാളികളാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ, സൽസ്വഭാവികളാക്കണേ അല്ലാ. കൺകുളിർമേകുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചവനെ, മക്കൾ കാരണത്താൽ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഞങ്ങളിൽ ആർക്കും വരുത്തല്ലേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അപകടങ്ങളോ അസുഖങ്ങളോ വരുത്തല്ലേ അല്ലാ. രാവിലെ സലാം പറഞ്ഞ് സ്കൂൾ ബാഗും കൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളാണ്. പടച്ചവനെ, സ്കൂൾ വാനിന്റെ ഡ്രൈവറിന്റെ നിയന്ത്രണമെന്ന് വിട്ടപ്പോ മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം പാർവതി പുത്തനാറില് കുഞ്ഞുങ്ങള് അല്ലാഹുവേ അരുവിയിലേക്ക് മറിഞ്ഞ് ശ്വാസം കിട്ടാതെ നിലവിളിച്ച് മുങ്ങി മരിച്ചുപോയി അല്ലാ. പടച്ചവനെ, 3-4 വയസ്സുള്ള പൊന്നുമക്കൾ ഉമ്മാന്റെ കവിളത്ത് ചുംബനം കൊടുത്തു ഉപ്പയോട് സലാം പറഞ്ഞ് ചോറും പൊതിയും വാങ്ങിച്ചു പോയവരാണ്. വൈകുന്നേരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ശ്വാസകോശത്തിൽ പാർവതി പുത്തനാറിന്റെ ചെളുകേറി അടഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിച്ച പൊന്നുമക്കള് അല്ലാഹുവേ, അവർക്ക് നീ സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാ.
പടച്ചവനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ദുരന്തവും ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തല്ല റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണയല്ല. പടച്ചവനെ ഈ സദസ്സിൽ ഇത്രയും നേരം ഒരുമിച്ച് കൂടി അങ്ങ് അകലെ നിന്നെത്തിയ ആളുകളുണ്ട്. നിന്റെ വിശുദ്ധനായ പ്രവാചകന്റെ വാക്ക് കേൾക്കാൻ, ഖുർആന്റെ വശ്യമധുരം കേൾക്കാൻ എത്തിയവർ അല്ലാഹുവേ, കച്ചവടക്കാരുടെ കൂട്ടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കൂലിപ്പണിക്കാരുണ്ട്, ആരോഗ്യം നിലനിർത്തണേ അല്ലാ. കൊച്ചുകുട്ടികളുണ്ട് അല്ലാഹുവേ, യുവാക്കളുണ്ട്, അവർക്കൊരു നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ. വന്ന ഓരോരുത്തർക്കും ഓരോ കാലടിക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇത്രയും നേരം കേട്ടതിന്റെ ബറക്കത്ത് അവരുടെ കുടുംബജീവിതത്തിൽ നൽകണേ തമ്പുരാനെ. SSLC പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ, കുഞ്ഞുങ്ങൾ നീ അവർക്ക് ഉന്നത വിജയം നൽകണേ തമ്പുരാനെ. അല്ലാഹുവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരവരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിന്റെ ദുരന്തങ്ങളും പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് കെലിമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ആദരവായ റസൂലുള്ളാഹിനെ സ്വപ്നത്തിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാളെ പരലോകത്ത് റസൂലുള്ളാഹിന്റെ തൃക്കരങ്ങൾ കൊണ്ട് ഹൗദുൽ കൗസർ കോരി കുടിക്കാൻ അവസരം നൽകണേ അല്ലാ. പടച്ചവനെ, ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെയും ഈ സദസ്സിൽ ഇതേപോലെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. സ്വർഗത്തിലും ഇതേപോലെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം. വസല്ലല്ലാഹു ജമീഅൽ അംബിയാൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.